പോർച്ചുഗലാണ് ആദ്യ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതായത് 2026 വേൾഡ് കപ്പിൻ്റെ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പെയിൻ വരേണ്ടതായിരുന്നു. എങ്കിലും ആ സ്ഥാനം ഇല്ലടാ, വിട്ടുതരില്ല. കാര്യം എന്താണ്, ഒന്നില്ലെങ്കിലും നമ്മുടെ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ നിങ്ങൾ നമുക്ക് തോറ്റു തന്നതല്ലേ. അങ്ങനെയല്ല, എന്തായാലും ഞങ്ങൾ തോൽപ്പിച്ച് കയറിയതല്ലേ. അതുകൊണ്ട് നിങ്ങളാവണ്ട, ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങളായിക്കൊള്ളാമെന്ന് പറഞ്ഞ് പോർച്ചുഗൽ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞത് ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കയറുകയാണ്. ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും ഏറ്റവും നല്ല പെർഫോമൻസ് ഫസ്റ്റ് റൗണ്ടിൽ കാഴ്ചവെച്ച 5 ടീമും ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച 5 ടീമിനെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ടീമിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു മെസ്സി ആരാധകനായതുകൊണ്ട് അർജൻറ്റീന ഉണ്ടാവില്ലേ എന്നുണ്ടാവും. പക്ഷേ അർജൻറ്റീനയുടെ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് 5-ലുണ്ട്, പക്ഷെ ഒന്നാമതല്ല. അപ്പോൾ ആരാണ് ആ ഒന്നാമത്? എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിച്ചു പോകാം. സോ നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. തെറ്റിപ്പോയില്ലേ, AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഓക്കെ, ആദ്യം വേസ്റ്റ് പറയണോ നല്ലത് പറയണോ? നമുക്ക് വേസ്റ്റ് എന്ന് തുടങ്ങാം. എല്ലാവരും നല്ലത് പറഞ്ഞ് പിന്നെ ചീത്ത പറയും. വേണ്ട, നമുക്ക് ചീത്ത പറഞ്ഞ് നമുക്ക് നല്ലത് തുടങ്ങാം. അപ്പോൾ അതിൽ ഏറ്റവും ഈ പറയുന്ന പോലെ തന്നെ പോർച്ചുഗലിനും സ്പെയിനും ഉണ്ടാവും നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ ഏറ്റവും 5ാം സ്ഥാനത്തേക്ക് എടുത്തു വെക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറസാവും ഒക്കെ പറയാം. കാര്യം എന്താണ്, ജർമ്മനിക്കെതിരെ 7-1 തോൽവിയൊക്കെ നിൽക്കുകയാണ്. സോ അപ്പോൾ അതിനെയൊക്കെ നമുക്കൊരു വേഴ്സ്റ്റ് ടീമായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ പോലത്തെ ഒരു രാജ്യം നമുക്ക് അങ്ങനെ ഈ ഒരു സ്കോർ ലൈനിൽ തോറ്റതുകൊണ്ട് മാത്രം വേഴ്സ്റ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ലിസ്റ്റിൽ 5ാമൻ എന്ന് പറയുന്നത് മൊറോക്കോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, തമ്പി തപ്പിടാ തപ്പ്. യെസ്, എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു റീസെൻറ്റ് ഫോമുകളുണ്ടല്ലോ, അതായത് റീസെൻറ്റ് മാച്ചുകളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മർ അടക്കം ഇല്ലാതിരുന്ന ബ്രസീലിനെ എല്ലാവരും പറയുന്നുണ്ട് ബ്രസീലിൻ്റെ മിഡുകളിലായിരുന്നു, ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു വിൻ നേടിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീക്കിൽ മൊറോക്കോയെ വേഴ്സ്റ്റിൽ 5ാമനായിട്ട് ഇടുന്നത് കേട്ടോ. ഇതങ്ങനെ ഇന്നത് കൂടുതൽ താഴെ അങ്ങനെ ഒന്നുമല്ല, പക്ഷെ എന്നാലും 5ാമനായിട്ട് ഇടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾ ചിലപ്പോൾ എന്നോട് വിയോജിക്കും, നെതർലൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അത്? കാരണം നെതർലൻഡ്സിനെ ചില എക്കോണമിസ്റ്റുകളുടെയും മറ്റ് പ്രഡിക്ഷൻസിലുമൊക്കെ ഈ പ്രാവശ്യത്തെ 2026 വേൾഡ് കപ്പ് അടിക്കാൻ സാധ്യതയുള്ള ഫേവറേറ്റ് ലിസ്റ്റുകളിൽ കൂട്ടുന്നൊരു രാജ്യമാണ്. ആ രാജ്യം ജപ്പാൻ എന്ന് പറയുന്നത് മോശം ടീമൊന്നുമല്ല, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാൽ പോലും സമനിലയിൽ പോയി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് പെർഫോമൻസ് അറ്റ് ഓൾ. നെതർലൻഡ്സിൽ നിന്ന് ഞാൻ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തു. നമ്മുടെ ഡിജോങ്ങിൻ്റെ പെർഫോമൻസും മറ്റാൾക്കാരുടെ പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ആ സെൻസിലേ അല്ല ഈ വേഴ്സ്റ്റ് കാറ്റഗറിയിൽ കൊണ്ടുവന്നത്. അവർ ജയിക്കണമായിരുന്നു, കാരണം വേൾഡ് കപ്പൊക്കെ അടിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ ഈ റൗണ്ടിൽ 4ാമത് കൊണ്ടുവന്നിരുന്നത്. ഇനി 3ാമത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇടണം, അല്ലെങ്കിൽ ഏറ്റവും മേളിലിടണം. കാരണം ഓസ്ട്രേലിയ ആയിട്ട് തോക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം റെഗുലറിൻ്റെയൊക്കെ ഒരു കിടിലൻ ഗോള് വരുന്നു, അങ്ങനെയൊക്കെ കയറിപ്പോവും എന്ന് വിചാരിച്ച സമയത്താണ് തുർക്കി തോറ്റു പോകുന്നത്. സോ അപ്പോൾ അവരെയും കൊടുത്തു. ഇനി 2-1 ഇതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് തോന്നുന്നു DR കോങ്കോയായിട്ടും കാപ്പ വെറുതെ ആയിട്ടും ഉള്ള തോൽവി ഇനി കാലങ്ങളോളം ഇരു ടീമും കേൾക്കേണ്ടതായിട്ട് വരുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും. സോ 2ാം സ്ഥാനത്ത് സ്പെയിനും 1ാം സ്ഥാനത്ത് പോർച്ചുഗലുമായിരുന്നു. പോർച്ചുഗൽ ഈ തോൽവി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലിസ്റ്റിൽ കൂട്ടത്ത് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇത് മറ്റേതിനകത്ത് പറയുന്ന പോലെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി സ്പെയിനിന് വേണ്ടി തോറ്റില്ലെങ്കിൽ പോലും ആ ഒരു സമനില വാസ് ലൈക്ക് എ വേഴ്സ്റ്റ് പെർഫോമൻസ് ഫ്രം എ പോർച്ചുഗൽ സൈഡ്, അതും ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു പോർച്ചുഗൽ സൈഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? യെസ്, ഈ ഫസ്റ്റ് വീക്കിൽ ഇപ്പോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ 2 പേരെ കൂട്ടിയില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം സമയം 3 മണി ആവാറാവുകയാണ്. 3:30 ഇന്ന് മെക്സിക്കോയുടെ കളിയുണ്ട്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കളിയാണ്. പക്ഷേ ഞാൻ കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ലെറ്റ് സി. അപ്പോൾ ഇതിലേക്ക് വരാം. ഞാൻ മെക്സിക്കോയെ ലിസ്റ്റിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ ഞാൻ മെക്സിക്കോ ഇല്ലാതെയാണ് ഒരു ലിസ്റ്റ് ഇടുന്നത്. 5ാം സ്ഥാനത്തേക്ക് ഞാൻ 3 പേരെ കൂട്ടുന്നുണ്ട് കേട്ടോ. അതിലൊന്ന് ജർമ്മനിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ജർമ്മനി? ജർമ്മനിയുടെ ഈ 7-1 എന്ന് പറയുന്നത് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡീഷനിലും വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ജർമ്മനിയാണ്. ആ ജർമ്മനി വന്നിട്ട് ഒരു സംഭവം പറയാണ്, വി ആർ ബാക്ക്, ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ വെറുതെ പോകാൻ വന്നതല്ല
എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് മാച്ചായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് 5ാമത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം സ്ഥാനത്ത് തന്നെ ഞാൻ വീണ്ടും കൊടുക്കുന്നത് ഉറുഗ്വേയാണ് കേട്ടോ. ഉറുഗ്വേ കൊടുക്കാൻ കാരണം സൗദി അറേബ്യ ആദ്യം ഗോൾ അടിക്കുന്നു, പിന്നെ തിരിച്ചടിക്കുന്നു. 4 വേൾഡ് കപ്പ് ഉള്ളൊരു ടീമാണ് ഉറുഗ്വേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ സൗദി അറേബ്യ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ വേൾഡ് കപ്പ് എഡിഷൻസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ട്രാക്ക് റെക്കോർഡൊന്നും ഉള്ള രാജ്യമല്ലെങ്കിലും അവരുടെ റീസെൻറ്റ് ഫോം അനുസരിച്ച് ഡിഫെൻസീവ്ലി അവർ ഗംഭീരമാണ്. അവരെ പൊട്ടിക്കാൻ ഉറുഗ്വേ ശ്രമിച്ച ശ്രമം, എനിക്കത് ആ ഒരു ടീമിൻ്റെ ഒരു എഫേർട്ട്, ഈ സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഉറുഗ്വേ ഈ ഫസ്റ്റ് വീക്കിലെ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിലെ ടോപ്പ് 5 ഉൾപ്പെടേണ്ട ഒരു ടീമാണ് എന്നെനിക്ക് തോന്നി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർവേയും കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് എ നൈസ് വിൻ ആൻഡ് ആ ഒരു ഓഡിയൻസ്, ആ ഒരു സംഭവം. ഞാനൊക്കെ ഈ വൈക്കിങ്സിൻ്റെയൊക്കെ ഫാനാണ്, നിങ്ങളാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും, ഈ പറയുന്ന പോലെ തന്നെ 4-1 വിജയം, അതിലൊരു ഈ പറയുന്ന പോലെ 2 ഗോളുകൾ ആരാണ്? എർലിംഗ് ഹാളൻഡാണ്. അതെല്ലാം കൊണ്ടാണ് ഞാൻ അവരെ 5ാം സ്ഥാനത്തേക്ക് ഇട്ടത്. ഇനിയും 4ാം സ്ഥാനത്തേക്ക് ഇടുന്നത് ഒരു ഞെട്ടിക്കൽ തന്നെയായിരിക്കും. കാരണം തുർക്കിയെ അടിച്ചുകൊണ്ടാണ് അവർ ജയിച്ചത് ആൻഡ് ഇറ്റ് വാസ് വെരി അൺഎക്സ്പെക്റ്റഡ്. സോ ഓസ്ട്രേലിയ, അത് ഞാൻ വേറെ കാര്യങ്ങളും കൊണ്ടും കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 ടീമുകളുണ്ട് ഈ പ്രാവശ്യത്തെ ഡാർക്ക് ഹോഴ്സസ് ആവാൻ. ഒന്ന് സൗത്ത് കൊറിയ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ലൈക്ക് ഓസ്ട്രേലിയ. ഇവരാരെങ്കിലും ആയിരിക്കണം. കാരണം അമ്മാതിരി ഒരു നമ്മൾ ഈ പറയില്ലേ അട്ടിമറി വിജയം, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയം, അതിനെയാണല്ലോ നമ്മൾ ഡാർക്ക് ഹോഴ്സസ്, കറുത്ത കുതിരകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയയെ കൊണ്ടുവന്നത് കേട്ടോ. ഇനി വരുന്നത് 3ാം സ്ഥാനമാണ്. 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ അർഹതയും ഉള്ളത് USA-ക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എടാ, നോബഡി എക്സ്പെക്റ്റഡ് ദിസ് ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഫ്രം USA. നമുക്കതിന് ന്യായീകരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മണ്ണാണ്, അവരുടെ സ്ഥലമാണ്, കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പോറ്റിച്ചീനോ പുള്ളിക്കാരൻ മെയ്ഡ് സംതിങ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള USA കാണാൻ സാധിച്ചു. അതിന് എത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് റൗണ്ടിൽ USA ഞാൻ ടോപ്പ് 3 കൊണ്ടുവരികയാണ് കേട്ടോ. ഇനി 2ാമത് അർജൻറ്റീനയാണ്. കാര്യം അൾജീരിയയുടെ കറണ്ട് ഫോമൊക്കെ വെച്ച് ഒരു റണ്ണൊക്കെ വെച്ച് വേണമെങ്കിൽ ആ ഒരു സമനിലയിലൊക്കെ പോകാവുന്ന മത്സരമായിരുന്നു. പക്ഷേ അൾജീരിയയെ സ്ക്രീനിൽ പോലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിൻ്റെ ഏതൊരു അറ്റത്ത് പോലും കൊണ്ടുവന്നില്ല. ആർമാതിരി പെർഫോമൻസാണ് മെസ്സിയും അർജൻറ്റീനയും കാഴ്ചവെച്ചത്. സോ അതുകൊണ്ടാണ് ഞാൻ ആരെ കൊണ്ടുവരുന്നത്? അർജൻറ്റീനയെ കൊണ്ടുവരുന്നത്. ഇനി ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും എൻ്റെ ഈ ഫസ്റ്റ് റൗണ്ടിലെ ദ ബെസ്റ്റ് ടീമായിട്ട് എനിക്ക് തോന്നിയത് ആരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് കമ്മിങ് ഹോം, ഇംഗ്ലണ്ട്. വാട്ട് എ പെർഫോമൻസ് മാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമതൊരു തുഷേൽ ഫാനാണ്. പക്ഷെ എന്നാൽ പോലും ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എല്ലാവരും, ഞാനിപ്പോൾ പലരും, എനിക്കങ്ങനെ ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ ടീം സെലക്ഷൻ പോരായിരുന്നു. പല കറക്റ്റ് ഇൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളെ എടുക്കാതെ വരുന്ന തുഷേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ജാതി തുഷേലിൻ്റെ ഒരു ഇംഗ്ലണ്ടിനെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ദേ ആർ കുക്കിംഗ് ആൻഡ് ദേ ക്യാൻ ഡു വണ്ടേഴ്സ്. ഹാരി കെയിൻ്റെ പെർഫോമൻസ്, ജൂഡ് ബെല്ലിംഗമിൻ്റെ പെർഫോമൻസ്, അതൊക്കെ ഗംഭീരം തന്നെയാണ്. ഈവൻ റാഷ്ഫോർഡിൻ്റെ ഗോള്, ഇതെല്ലാം കൊണ്ടും ഇംഗ്ലണ്ട് സംതിങ് എൽസ്. ഞാൻ ഒരിക്കലും ഇംഗ്ലണ്ടിനെ ഏത് രീതിയിൽ കിട്ടിയാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഗൈസ്, ഫസ്റ്റ് റൗണ്ടിൽ ഞെട്ടിച്ച ദ ബെസ്റ്റ് പെർഫോമൻസ്, അത് പല കാര്യങ്ങളും കൊണ്ടും ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ട് തന്നെയാണ്. സോ അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങളുടെ വേഴ്സ്റ്റ് 5 ടീമുകൾ ഏതൊക്കെയായിരുന്നു, ടോപ്പ് 5 ടീമുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ